നമ്മളിനി നോക്കാൻ പോകുന്നത് ഐ ഡി ആണ്. ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനാണ്. പുഷ് ഡൗൺ ഓട്ടോമാറ്റഡ് ഐ ഡി എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പം ഈ ഐ ഡിക്കകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ് നമ്മുടെ പി ഡിയെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നത്, അതായത് ഇത് നൊട്ടേറ്റ് ചെയ്യുന്നത് ഫോളൺ ടി എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. അതായത് മൾട്ടിപ്പിൾ മൂവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോളൺ ടി സ്റ്റാർ എന്നും സിംഗിൾ മൂവ് ആണെങ്കിൽ ഫോളൺ ടി എന്നും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കൺവേർട്ട് ദ ഗിവൺ സി എഫ് ജി ഇൻറ്റു പി ഡി എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം കൺസിഡർ ദ സ്ട്രിങ് എ ബി സി ഡി എ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഓർ നോട്ട്. അതായത് ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ പി ഡി എയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൂടാതെ ഒരു സ്ട്രിങ് നമുക്ക് തന്നിട്ടുണ്ട് എ ബി സി ഡി എ. ആ സ്ട്രിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പി ഡി എ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റിൽ എന്താ ചെയ്യുക, നമ്മൾ പി ഡി എയിൽ 7 ടപ്പിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതും. പി ഡി എ ഈക്വൽ ടു ക്യൂ എ ബി എസ് എ സി എ ബി ഡെല്ല് ക്യൂ എസ്. ഇത് നേരത്തെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ട്രാൻസിഷൻ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലെ എഴുതുന്നത് ഇതാണ്ട ഡെൽ ഓഫ് ക്യൂ എഫ്സലോൺ എസ്. ക്യൂ എഫ്സലോൺ എസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ ക്യൂ എ എസ് എ, ക്യൂ ബി എസ് ബി, ക്യൂ സി എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ഈ എസ്സിന് നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എ എസ് എ, എസ് ടെൻസ് ടു എ എസ് എ, എസ് ടെൻസ് ടു ബി എസ് ബി, എസ് ടെൻസ് ടു സി. അതാണ് നമ്മൾ ഇവിടെ ആയിട്ട് ഈ ഫസ്റ്റ് ട്രാൻസിഷനകത്ത് എസ്സിൻ്റെ ട്രാൻസിഷനകത്ത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, ഡെൽ ഓഫ് ക്യൂ എഫ്സലോൺ എസ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് ക്യൂ എ എസ് എ, ക്യൂ ബി എസ് ബി, ക്യൂ സി. അതിനുശേഷം നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് ആണ്, എ ബി സി എന്ന് പറയുന്നത്. അപ്പം ഈ ആൽഫബറ്റ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ആൽഫബറ്റ്സിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ എഫ്സലോൺ ഇട്ടിട്ട് അതിനെ പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. അപ്പം ഡെൽ ഓഫ് എ എ ഈക്വൽ ടു ക്യൂ എഫ്സലോൺ, ഡെൽ ഓഫ് ബി ബി ഈക്വൽ ടു ക്യൂ എഫ്സലോൺ, ഡെൽ ഓഫ് ക്യൂ സി സി ഈക്വൽ ടു ക്യൂ എഫ്സലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് എഴുതും. നമ്മുടെ ലാംഗ്വേജ് എങ്ങനെ എഴുതിയത്, നമുക്കിപ്പം ക്യൂ എസ് മാത്രമല്ല, ഇവിടെ എസ് ടെൻസ് ടു എ എസ് എ, ക്യാപിറ്റൽ എ ടെൻസ് ടു എസ് എ, ക്യാപിറ്റൽ ബി ടെൻസ് ടു എ ബി എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ അതും ഇതേപോലെ എഴുതും. ക്യൂ എഫ്സലോൺ എസ് എഴുതിയതുപോലെ തന്നെ ക്യൂ എഫ്സലോൺ എ എഴുതും, ക്യൂ എഫ്സലോൺ ബി എഴുതും. എന്നിട്ട് അത് ടെൻസ് ടു എന്ന് പറഞ്ഞ് നമുക്ക് RHS കൊടുത്തിരിക്കുന്ന വാല്യൂ ക്യൂ എ എസ് എ, ക്യൂ ബി എസ് ബി, ക്യൂ എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതും എഴുതും. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഫങ്ഷൻസിനകത്ത് ഈ പ്രൊഡക്ഷൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, എ ബി സി ഡി അതേപോലെ വരുന്ന ആൽഫബറ്റ്സ് നമ്മളിതാ ഡെൽ ഓഫ് എ എ ക്യൂ എഫ്സലോൺ, ഡെൽ ഓഫ് ബി ബി ക്യൂ എഫ്സലോൺ എന്ന് പറഞ്ഞിട്ട് പോപ്പ് ചെയ്യാനുള്ള ഓപ്പറേഷനും അവിടെ നമ്മൾ കൊടുക്കും. അതിനുശേഷം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പി ഡി എ ഈ എ ബി സി ബി എ എന്ന് പറയുന്ന സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഇതേപോലെ കൊടുക്കുന്നത്. ആദ്യമേ ക്യൂ എഴുതും, പിന്നെ നമ്മുടെ സ്ട്രിങ് എഴുതും, അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ഉണ്ടല്ലോ എസ്, ആ സ്റ്റേറ്റ് എഴുതും. അതിനുശേഷം നമ്മൾ കമ്പയർ ചെയ്യും. ഏതൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്, ക്യൂവും എയും എസ്സും കമ്പയർ ചെയ്യും. അപ്പം ഈ എയും എസ്സും മാച്ച് ചെയ്യുന്നില്ല, കാരണം എയും എസ്സും വരുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല, എസ് മാത്രം, എഫ്സലോണും എസ്സും വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ സ്ട്രിങ് അതേപോലെ അവിടെ ഇട്ടിട്ട് ഈ എസ്സിന് പകരം ഇതിനകത്ത് കിടക്കുന്ന എ എസ് എ എസ്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, ക്യൂ ഒരു മൂവ് കൊടുക്കുമ്പം ക്യൂ എ ബി സി ബി എ, സ്ട്രിങ്ങിന് ചേഞ്ച് ഒന്നുമില്ല, എ എസ് എ എസ് എന്താവും, എ എസ് എ ആവും. അതിനുശേഷം നമ്മൾ വീണ്ടും കമ്പയർ ചെയ്യും, ക്യൂ എ എ, ആദ്യം കിടക്കുന്ന ക്യൂ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ലെറ്റർ, പിന്നെ എ എസ് എയിലെ ഫസ്റ്റ് ആൽഫബറ്റ് എ. അപ്പോൾ ക്യൂ എ എന്ന് പറയുന്നത് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് വരുന്നത്, ക്യൂ എ എ കൊടുക്കുമ്പോൾ ക്യൂ എഫ്സലോൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രിങ്ങിനകത്തുനിന്നും ഈ എ എസ് എക്കകത്തുനിന്നും എ പോപ്പ് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ക്യൂ ബി സി ബി എ എസ് എ എന്ന് പറഞ്ഞു വരും. ബിയും എസും ക്യൂ ബി എസ് നമ്മൾ നോക്കും. അപ്പം
QBS എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാനകത്ത് ഇല്ല, പക്ഷേ QEs ഉണ്ട്. അപ്പം ഈ ബി പോപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ബിയുമായിട്ട് മാച്ച് ആവുന്ന സ്ട്രിങ് ഇതിനകത്ത് ഏതാണെന്ന് നോക്കും. ഈ ASA BSB C. അപ്പം ഞാൻ എന്താ എടുക്കുന്നത്? അടുത്തത് BSB എടുക്കും. ഈ എസ്സിന് പകരം ഞാൻ BSB എടുക്കും. എന്നിട്ട് ഇങ്ങനെ എഴുതും, QBCBA BSB A എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? QBB അത് ഞാൻ കമ്പയർ ചെയ്യും. അപ്പോഴത്തേക്ക് എന്താണ്? QBB ഇവിടെ ഉണ്ട്. QBB ഉള്ളപ്പോൾ എന്താണ്? QEs ആണ് വരുന്നത്, പോപ്പ് ഓപ്പറേഷൻ. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ബീനെ പോപ്പ് ചെയ്യും. സ്ട്രിങ്ങിനകത്ത് കിടക്കുന്നതും പിന്നെ BSBAക്കകത്ത് കിടക്കുന്ന ബീനെയും ഞാൻ പോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ വരും, QCBA SBA എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് ഞാൻ QCS നോക്കും. QCS നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എസ്സിന് പകരം ഈ സിയുമായിട്ട് അടുത്ത് വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ട്, QC ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എസ്സിന് പകരം ഞാനിവിടെ C കൊടുക്കും. അതായത് ഈ സ്ട്രിങ്ങിനകത്ത് കിടക്കുന്ന C അല്ലേ, സിയുമായിട്ട് മാച്ചിങ് ആയിട്ട് എസ്സിന് C കൊടുത്തു കഴിഞ്ഞാൽ മാച്ചിങ് ആവും. അപ്പം ഞാൻ എന്ത് ചെയ്യും? എസ്സിന് പകരം C കൊടുക്കും. അപ്പം ഞാൻ QCBA CBA എന്ന് പറയും. എന്നിട്ട് അടുത്തൊരു സിംഗിൾ മൂവ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ സീനെ രണ്ടിനെ റിമൂവ് ചെയ്യും. പിന്നെ നോക്കുമ്പോൾ QBB നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനകത്തുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെയും പോപ്പ് ചെയ്യും. എന്നിട്ട് QAA നമ്മൾ കൊടുത്തതിനകത്തുണ്ട്. QAA വരുമ്പോൾ എന്താ വരുന്നത്? QEs അല്ലേ. അപ്പം ലാസ്റ്റ് QEs കൊടുക്കും. അപ്പം ലാസ്റ്റ് QEs വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ABCBA എന്ന് പറയുന്ന സ്ട്രിങ് നമ്മുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റ അക്സെപ്റ്റ് ചെയ്തു. അപ്പം നമ്മുടെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. ID എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷനാണ്. ഇത് യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യനകത്ത് ഒരു CFGനെ PDLോട്ട് കൺവേർട്ട് ചെയ്യാനും പിന്നെ ഒരു സ്ട്രിങ് തന്നിട്ട് ആ സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാനും ആയിരിക്കും പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സ്ട്രിങ് തന്നിട്ടില്ലായിരിക്കും, നമ്മളൊരു സ്ട്രിങ് കൺസിഡർ ചെയ്യേണ്ട കേസും വരും. ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് നോക്കി വേണം ചെയ്യാൻ. ആദ്യമേ നമ്മൾ നമ്മുടെ PDAനെ PDLോട്ട് കൺവേർട്ട് ചെയ്യണം, CFGനെ. അതിനുശേഷം നമ്മൾ ആ സ്ട്രിങ്ങിനെ മൂവ്സ് വെച്ചിട്ട് അക്സെപ്റ്റ് ആവുമോ ഇല്ലയോ എന്ന് നോക്കണം. എന്നിട്ട് ലാസ്റ്റ് സ്ട്രിങ് അക്സെപ്റ്റഡ് ആണെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ സ്ട്രിങ് നോട്ട് അക്സെപ്റ്റഡ് എന്നും പറഞ്ഞ് കൊടുക്കുക.